ഹലോ എവ്രി വൺ. ബിസിനസ് സ്റ്റഡീസിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. എന്താണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്? ആ വാക്കുകളിൽ തന്നെയുണ്ട് സോൾ, സോളോ. ഒരൊറ്റ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ബിസിനസ്സുകളെയാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് വിളിക്കുന്നത്. ആ ബിസിനസ് മാനേജ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും എല്ലാം ആ വ്യക്തി തന്നെയായിരിക്കും. ദെയർസ് നോ സെപ്പറേറ്റ് ലീഗൽ ഐഡന്റിറ്റി. ഇവിടെ ബിസിനസ്സിനെയും ഓണറെയും തുല്യരായാണ് കണക്കാക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒരു വ്യക്തി തന്റെ സ്വന്തം പണമോ അല്ലെങ്കിൽ കടമായി വാങ്ങിയ പണമോ ഉപയോഗിച്ചാണ് ഈ കമ്പനി ആരംഭിക്കുന്നത്. എല്ലാ തീരുമാനങ്ങളും ഡെയിലി ആക്ടിവിറ്റീസും അയാൾ തന്നെയാണ് നിയന്ത്രിക്കുക. അതിനാൽ ലാഭമെല്ലാം അയാൾക്ക് തന്നെ ലഭിക്കും. നഷ്ടത്തിന്റെ ബാധ്യതയും ഒറ്റയ്ക്ക് ചുമക്കണം. പാർട്ട്ണർഷിപ്പ് ബിസിനസ് അല്ലാത്തതിനാൽ തന്നെ ലീഗൽ സ്റ്റെപ്സ് വളരെ കുറവാണ്. കമ്പനി ആരംഭിക്കാനും ക്ലോസ് ചെയ്യാനും അതിനാൽ വലിയ ബുദ്ധിമുട്ടില്ല. കസ്റ്റമേഴ്സുമായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് വരുന്നതിനാൽ തന്നെ അവരിൽ നിന്ന് നേരിട്ട് ഫീഡ്ബാക്ക് എടുത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാനും നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യാനും സാധിക്കും. അതുവഴി കസ്റ്റമേഴ്സിൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും പറ്റും. സ്വാഭാവികമായി തന്നെ ചില നെഗറ്റീവ് സൈഡുകളുണ്ട്. ഉദാഹരണത്തിന് ബിസിനസ്സിനായി എടുത്ത കടം തിരിച്ചടയ്ക്കാൻ പറ്റാതെ വന്നാൽ ഉടമയുടെ പ്രോപ്പർട്ടീസ് ജപ്തി ചെയ്യാൻ പറ്റും. ക്യാപിറ്റൽ മണിയും ലിമിറ്റഡ് ആയിരിക്കും. മൾട്ടിപ്പിൾ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ കുറവായിരിക്കുമല്ലോ. ഉടമയ്ക്ക് രോഗങ്ങൾ ബാധിച്ചാലോ മരണം സംഭവിച്ചാലോ ബിസിനസ്സിന് പ്രവർത്തനം നിർത്തേണ്ടിയും വന്നേക്കാം. അതുപോലെ ഉടമയുടെ അറിവിൽ മാത്രം പരിമിതപ്പെട്ടിരിക്കും ബിസിനസ്സിന്റെ വളർച്ച. ഉടമയ്ക്ക് മാനേജീരിയൽ സ്കിൽസ് കുറവാണെങ്കിൽ, ഡിസിഷൻ മേക്കിങ്ങിൽ പാളിച്ചകൾ സംഭവിക്കുകയാണെങ്കിൽ ബിസിനസ്സിനെ ദോഷകരമായി ബാധിച്ചേക്കാം. ചെറിയ ഗ്രോസറി ഷോപ്പുകൾ, ഹോട്ടലുകൾ, ബാർബർ ഷോപ്പുകൾ എല്ലാം സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന് ഉദാഹരണങ്ങളാണ്. ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഇസ് എ വൺ പേഴ്സൺ ബിസിനസ്. ഇറ്റ്സ് സിമ്പിൾ, ഫ്ലെക്സിബിൾ ആൻഡ് ഈസി ടു മാനേജ്. അതിനോടൊപ്പം തന്നെ പല റിസ്കുകളും ഉണ്ട്. ചെറിയ സ്കെയിലുള്ള ബിസിനസ്സുകൾക്കാണ് ഇത് കൂടുതൽ അനുയോജ്യം. താങ്ക്സ് ഫോർ ലിസണിംഗ്. മറ്റൊരു ബിസിനസ് സ്റ്റഡീസ് ടോപ്പിക്കുമായി വീണ്ടും കാണാം. See you in the next session.